എല്ലാവർക്കും നമസ്കാരം. സിട്രോയിൻ C3 എയർക്രോസ് ഈ വാഹനത്തിന്റെ റിവ്യൂവിനാണ് ഞാൻ ചെന്നൈയിൽ എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു നമസ്കാരം പറയുന്നു. എൻ്റെ ഈ എപ്പിസോഡ്, എൻ്റെ ഈ റിവ്യൂ ആദ്യമായി കാണുന്നവർക്കും ഇത് മറ്റു ചാനലുകളിൽ കണ്ടിട്ട് വന്ന് എൻ്റെ ചാനൽ കാണുന്ന ആളുകൾക്കുമെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും ഫോമലാവാനുള്ള ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 2 എപ്പിസോഡ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര്, ഞാൻ അറിയുന്ന ആളുകൾ, എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഒരു ചെറിയ ഒരു നെഗറ്റീവ് കാര്യം, അല്ലെങ്കിൽ ആ ഡ്രൈവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്, എന്തിനാണ് അത് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ഞാൻ വിനീതമായി അവരോട് പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിനീതമായി പറയുന്നു. കാരണം ഞാൻ ഒരു മാനുഫാക്ചറിന് വേണ്ടിയല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി, എന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ കുറവുകൾ പറയുക എന്നുള്ളത്, ഒരു കുറവ് പറയുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരു വാഹനത്തെ കുറച്ച് പറയുന്നതല്ല. കാരണം അതിൻ്റെ പ്രൈസ് ബ്രാക്കറ്റിൽ, അതിൻ്റെ രീതിയിൽ ആ വാഹനം ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിന് അറിയാം അതെന്താണെന്നും അവർക്ക് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അവർ ചെയ്യുന്നതും എന്താണെങ്കിലും. പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളോട് പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ കടമ. സോ ആ കടമ ഞാൻ നിർവഹിച്ചു. അത് ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. ദാറ്റ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് അത് എൻ്റെ നിങ്ങളോടുള്ള ഡെഡിക്കേഷൻ മാത്രമാണ് എന്ന് ഞാൻ വിനീതമായി പറയുന്നു. എന്താണെങ്കിലും ഒരു മാനുഫാക്ചേഴ്സിനെ നമ്മൾ മോശമായിട്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വാഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുള്ളൂ. എനിക്ക് റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ C3 എയർക്രോസിലേക്ക് കയറാം. ഞാനൊരു വാഹനത്തിൻ്റെ സൺറൂഫിൻ്റെ കാര്യം പറഞ്ഞു. ഈ സൺറൂഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം തന്നെ ആ വാഹനം, ആ മാനുഫാക്ചർ എന്നെ പിന്നെ വിളിച്ചിട്ടില്ല. കാരണം അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കത് ഫീൽ ചെയ്തു, പല ആളുകൾക്കും ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അത് തിരുത്താനായിട്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെയാണ് ആളുകളിൽ എത്തിക്കുക, ആളുകൾ അത് അറിയണം, അതുവഴി മാനുഫാക്ചർ അത് മാറ്റണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ മാനുഫാക്ചർ ഇപ്പോൾ എന്നെ വിളിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഞാൻ ബ്ലോക്ക്ഡ് ആണ്. പക്ഷെ എനിക്കതുകൊണ്ടൊരു വിഷമമില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. സോ ഇത് ഞാൻ പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല, ജസ്റ്റ് ടു ലെറ്റ് യു നോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. സോ അതോടുകൂടി ഞാൻ നമ്മളെ പുതിയ സിട്രോയിൻ C3 എയർക്രോസിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ ഷോ. സിട്രോയിൻ എന്നുള്ള കമ്പനി 2019 മുതൽ നമ്മൾ ഇന്ത്യയിലെ മാർക്കറ്റ്, ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന ഒരു പേരാണ്. അതിനുശേഷം 2021 ആദ്യത്തെ പ്രൊഡക്റ്റും, അതായത് കമ്പനിയുടെ ലോഞ്ചും ആദ്യത്തെ പ്രൊഡക്റ്റും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അത് C5 എയർക്രോസ് എന്ന് പറയുന്ന അവരുടെ വളരെ ഒരു കംഫർട്ടബിൾ വാഹനം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് C5 എയർക്രോസ്. വലിയൊരു വോള്യൂം സെല്ലറൊന്നും ആയിട്ട് സിട്രോയിൻ ആ മോഡലിനെ കണ്ടിരുന്നില്ല. അതിനുശേഷം അവരന്ന് പ്രോമിസ് ചെയ്തതുപോലെ എല്ലാ വർഷവും ഒരു മോഡൽ വീതം കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. 21 C5 എയർക്രോസ് വന്നതിന് പുറകെ 22 C3 എന്ന് പറയുന്ന അവരുടെ ഒരു ചെറിയ ഒരു വാഹനം, ഒരു ഹാഷ് ബാക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം 23 അവർ എല്ലാ വർഷവും ഓരോന്ന് എന്ന് പറയുന്നതിനും ഒരു ചീറ്റിംഗ് എന്ന പോലെ അവർ ആ വർഷം, അതായത് 2023 ഇപ്പോൾ നമ്മുടെ വർഷം 2 വാഹനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഈ C3, ഒരു ഇലക്ട്രിക് വേർഷൻ ഓഫ് C3, അതുപോലെ തന്നെ C3 എയർക്രോസ്. സോ ഈ C3 എയർക്രോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, C3 എയർക്രോസിന്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക്, നമ്മൾ 2-3 മാസങ്ങൾക്ക് മുമ്പ്, 2 മാസം മുമ്പ് നമ്മൾ ഡൽഹിയിൽ വെച്ച് കണ്ടതാണ് എൻ്റെ ഗ്ലോബൽ ലോഞ്ച്. ഈ വാഹനം അവരുടെ ലൈനപ്പിലെ 4ാമത്തെ വാഹനമാണ്. അതുപോലെ തന്നെ CNB എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലെ 3ാമത്തെ വാഹനവുമാണ് ഈ C3 എയർക്രോസ്. സോ ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസിൻ്റെ കാര്യത്തിലും, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വാഹനം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഈ സെഗ്മെന്റ് വളരെ അധികം വാഹനങ്ങളുള്ള, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഇപ്പോൾ C3 എയർക്രോസിന്റെ. സോ ഈ വാഹനത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ വീതി നോക്കിക്കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വീതിയുള്ള വാഹനമാണ് വിത്ത് നമ്പേഴ്സ് നോക്കുമ്പോൾ. അതുപോലെ തന്നെ എൻ്റെ വീൽ ബേസ് നോക്കിയാലും ഏകദേശം ഈ സെഗ്മെന്റിൽ തന്നെ ഏകദേശം ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനമാണ്. സോ വീൽ ബേസ് കൂടുതൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഇന്റീരിയറിലെ സ്പേസിൽ കൂടുതലുണ്ടാവുന്നതാണ്. എന്താണെങ്കിലും ഇതിന്റെ ഡിസൈൻ നമുക്ക് നോക്കാം. ഡിസൈൻ നോക്കുമ്പോൾ നമ്മൾ C5 എയർക്രോസിൽ നിന്ന് പുതിയ ഫേസ് ലിഫ്റ്റ് C5 എയർക്രോസിന്റെ ഏകദേശം ഡിസൈൻസ് ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. കാരണം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നത് എനിക്ക് തോന്നുന്നു C5 എയർക്രോസിലാണ്. ആ ഒരു ഫിനിഷ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലാറ്റ്സ് ആണെങ്കിലും ബ്രാൻഡിങ്ങിന്റെ സൈഡിലേക്ക് 2 സ്ലാറ്റ്സ് വന്ന എല്ലാം C5 എയർക്രോസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു
സ്റ്റൈലിംഗ് ആണ് ഫ്രണ്ട് ഗ്രില്ല് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു C3 ഫാമിലിയിലാണ് വരുന്നത്. അതിൻ്റെ ഹെഡ് ലാമ്പ് ആണെങ്കിലും ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതുപോലെ തന്നെ DRL-ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ 2 സ്പ്ലിറ്റ് DRLs ആണ് വന്നിരിക്കുന്നത്. അതേ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫോഗ് ലാമ്പും അതുപോലെ ഒരു ഫോക്സ് സ്കിഡ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല സൈസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നമ്പേഴ്സിൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വിട്ട് കൂടിയ വാഹനം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടി പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഫ്രണ്ട് ലുക്സ് റിയലി നൈസ്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാം. ഫ്രണ്ടിലെ ലുക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ലുക്കാണ്, അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും എല്ലാം. എങ്കിൽ പോലും സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ 7 സീറ്റർ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ കാണുന്ന വാഹനത്തിൻ്റെ സെയിം ഒരു ഫീലും ഡിസൈനിലുമാണ് വരുന്നത്. അതിൻ്റെ വീൽസ് ആണെങ്കിൽ 17-inch അലോയ് വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4300 mm ലെങ്ത് ആണ്. വിഡ്ത്ത് ഞാൻ പറഞ്ഞ പോലെ 1796, ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വിട്ടുള്ള വാഹനം ഇത് തന്നെയാണ്. ഹൈറ്റ് വരുന്ന 1654 mm ഹൈറ്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. വീൽ ബേസ് ആണ് മറ്റൊരു പ്രത്യേകത. 2671 mm വീൽ ബേസ് ലഭിക്കുന്നുണ്ട്. ഈ വീൽ ബേസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസും കൂടുതലുണ്ടാവും. സോ വീൽ ബേസും ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ C3 എയർക്രോസിന് തന്നെയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് മറ്റൊരു പ്രത്യേകത. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കിപ്പോൾ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് മിറർ, ഒരു ബോഡി കളർ സൈഡ് മിറർ വരുന്നുണ്ട്. മുകളിൽ റൂഫ് റെയിൽ വരുന്നുണ്ട്. താഴെ ഒരു ക്ലാഡിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ചിലും ആ ഒരു ക്ലാഡിംഗ് നമുക്ക് കാണാൻ പറ്റും. നല്ല സൈസിലുള്ള വീല് തന്നെയാണ് വരുന്നത്. 17-inch വീൽസ് ആണ് വരുന്നത്. സോ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സീ പില്ലർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വീതി തോന്നുന്നുണ്ട്. അത് 7 സീറ്റർ വേർഷൻ ആണിത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വീതി തോന്നുന്നു. അതുപോലെ തന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസും ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ റിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടെയിൽ ലാമ്പ് തന്നെയാണ്. ടെയിൽ ലാമ്പിന്റെ ഇതിന്റെ ഒരു വേർഷൻ നമ്മൾ C3-യിൽ കണ്ടാണ്, പക്ഷേ ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെയിൽ ലാമ്പ് കണക്ട് ചെയ്യുന്ന വേറെ എലമെന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ടച്ച് ആണ് ഫ്രണ്ടിലും എല്ലാം, ഗ്രില്ലെല്ലാം നമ്മളൊരു പിയാനോ ബ്ലാക്ക് ഫീൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ടെയിൽ ലാമ്പിലും ആ ഒരു എലമെന്റിലെല്ലാം കൊടുത്തിരിക്കുന്നത്. സിട്രോയിന്റെ ഒരു ബാജിങ് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. C3 എയർക്രോസ് പ്യുവർടെക് എന്ന് പറയുന്ന എഞ്ചിൻ സ്പെക് ആണ് അത്. എന്താണെങ്കിലും അതാണ് ഇപ്പോൾ ഇതിന്റെ റിയറിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ സ്പോയിലർ, ഷാർക്ക് ഫിൻ ആന്റിന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകത വരുന്നത് ഇതിന്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. ബൂട്ട് സ്പേസ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ഇതിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. 5 സീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം, എന്നിട്ട് പറയാം അല്ലേ. സോ ഇതാണ് 7 സീറ്റിൽ വരുന്ന ഒരു സ്പേസ്. 7 സീറ്റിൽ നമ്മൾ ഈ സീറ്റ് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 444 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. അത് 5 സീറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം 511 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 സീറ്റിൽ വരുമ്പോൾ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് വേക്കൻ്റ് ആയിരിക്കും. 7 സീറ്റിൽ വരുമ്പോൾ നമുക്ക് ഈ സീറ്റ് റിമൂവ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 7 സീറ്റിൽ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് 5 സീറ്റർ കൂടെ കാണിച്ചു തരാം. സോ 7 സീറ്റിൽ ഈ സീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 444 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് കിട്ടും. അതുപോലെ തന്നെ കമ്പനി പറയുന്നത് ഒരു 60 സെക്കൻഡ്സ് മാത്രം മതി ഈ 2 സീറ്റും ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ബൂട്ട് സ്പേസ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ചലഞ്ച് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇട്ടിട്ടുണ്ട്. 60 സെക്കൻഡ്സ് ഒന്നും എടുത്തില്ല, വെറും 6 സെക്കൻഡ് അല്ലെങ്കിൽ 6.50 സെക്കൻഡ്സ് മാത്രമാണ് ഈ സീറ്റ് റിമൂവ് ചെയ്യാൻ ഞാൻ എടുത്ത്. അതിൻ്റെ വീഡിയോ നമ്മുടെ റീലിൽ കൊടുത്തിട്ടുണ്ട്, കാണേണ്ടവർക്ക് കാണാം. എന്താണെങ്കിലും അത് എനിക്ക് തോന്നുന്നൊരു റെക്കോർഡ് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. പുള്ളിയ ഇവിടെ ഒരു കേബിളുണ്ട്, അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റും റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പേസ് ആണ് 444 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ആക്സസറീസിന്റെ കാര്യം നോക്കാം. കളേഴ്സ് വരുന്നത് 4 ഡിഫറെന്റ് സിംഗിൾ ടോൺ കളേഴ്സ് ആണ് വരുന്നത്. അതിൽ വൈറ്റ് ഉണ്ട്, 2 ടൈപ്പ് ഗ്രേ ഉണ്ട്, ഒരു ലൈറ്റ് ഗ്രേ ഉണ്ട്, ഒരു ഡാർക്ക് ഗ്രേ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കളറും അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ 6 ഡിഫറെന്റ് ഡ്യുവൽ ടോൺ കളേഴ്സും അവൈലബിൾ ആണ്. അതിന്റെ ഡ്യുവൽ ടോൺ കളേഴ്സിൽ ബേസ് കളേഴ്സ് ഈ ഒരു ഗ്രേയും ബ്ലൂവും വൈറ്റും തന്നെയാണ്. അതിനകത്ത് ഡിഫറെന്റ് കളേഴ്സ്, ഈ ഒരു കളർ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ടാണ് ഇതിന്റെ ഡ്യുവൽ കളേഴ്സ് വരുന്നത്. ഏകദേശം 6 ഡിഫറെന്റ് ഡ്യുവൽ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ 70 ഡിഫറെന്റ് ആക്സസറീസും നമുക്കിപ്പോൾ സിട്രോയിൻ C3 എയർക്രോസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ എക്സ്റ്റീരിയറിൽ കണ്ട ഒരു സന്തോഷം എനിക്ക് ഇന്റീരിയറിലേക്ക് വന്നപ്പോഴില്ല. എക്സ്റ്റീരിയർ ലുക്സ് റിയലി നൈസ്. എനിക്ക് എക്സ്റ്റീരിയർ ഡിസൈനും അതിന്റെ എലമെന്റ്സും എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെന്റ് ഫീൽ ഉണ്ട്, കുറച്ചും കൂടെ ഒരു വലിയ വണ്ടിയുടെ ഒരു ഫീലും എല്ലാം ഉണ്ട്. ഇന്റീരിയറിലേക്ക് വന്നപ്പോൾ കുറച്ചധികം സിമ്പിളായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ചൊരു എല്ലാ വാഹനം അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങളും ഈ സെഗ്മെന്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്റീരിയറിൽ. എന്താണെങ്കിലും ഇതിന്റെ ഇന്റീരിയറിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്ന ഒരു 7-inch ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്, വളരെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. പക്ഷെ എന്നാൽ നമുക്ക് ഇതിനകത്ത് 3 മോഡ്സ് ഉണ്ട്. ഈക്കോ അല്ലെങ്കിൽ
ഒരു മിനിമൽ, ഈക്കോ അല്ലെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്ന 3 മോഡ്സ് ഉണ്ട്. മിനിമലിൽ അധികം കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നില്ല, ഈക്കോയിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. ഡ്യുവൽ എല്ലാം ഉണ്ട്, നിറഞ്ഞു നിൽക്കും, എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കിട്ടും. സോ അങ്ങനെ 3 മോഡ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വരുന്നത് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് ഒരു 10.2 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം വയർലെസ് ആണ് വരുന്നത്. തെറ്റില്ല, റിവേഴ്സ് ക്യാമറയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. തെറ്റില്ലാത്ത, വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ക്രീനാണെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെ കൊടുക്കാമായിരുന്നൊരു കാര്യം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കാമായിരുന്നു. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല വരുന്നത്. ഇതിനകത്തെല്ലാം മാനുവൽ കൺട്രോൾസ് ആണ്. AC-യുടെ കൺട്രോൾസ് എല്ലാം മാനുവലാണ് വരുന്നത്. സ്പേസ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ യൂസബിൾ സ്പേസ് ഞാൻ എപ്പോഴും പറയുന്ന, ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളൊരു സാധനം, അത് വെക്കാനൊരു സ്പേസ് അത്യാവശ്യമാണ്. അതിന് ഒരു ചെറിയൊരു പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ സ്റ്റോറേജ് ഏരിയ, കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ആംറെസ്റ്റ്, ലെതർ സീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സൺറൂഫ് കാര്യങ്ങളില്ല ഇതിനകത്ത്. ഇതിപ്പോൾ ഒരു 7-സീറ്റർ വേർഷനാണ്. 7-സീറ്റർ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മുകളിൽ ഒരു ബാക്കിലെ 2 റോയ്ക്കും വേണ്ടിയിട്ട് ഒരു അതിൻ്റെ റൂഫിൽ നമുക്കൊരു AC-യുടെ യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോവർ യൂണിറ്റ് മുകളിലാണ് നമുക്ക് കിട്ടുന്നത്. അത് 7-സീറ്റർ വേർഷനാണ്. 5-സീറ്റിൽ വരുമ്പോൾ അതുണ്ടാവില്ല. 5-സീറ്റിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം. സ്റ്റിയറിംഗ് വരുന്ന ഒരു ലെതർ ആപ്പ് സ്റ്റിയറിംഗ് ആണ്. നമ്മൾ C3-ൽ കണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലിങ്ങിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. വേറെ പ്രത്യേകതകളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇന്റീരിയറിൽ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് കോമ്പിനേഷനിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് കിട്ടുന്നത്. ഒരു ഗ്രേ കളർ കിട്ടുന്നുണ്ട്, അതുപോലെ ഒരു ബ്രോൺസ് കളർ കിട്ടുന്നുണ്ട്. ഇതൊരു ബ്രോൺസ് കളറാണ്. ഈ ബ്രോൺസ് കളർ രസമുണ്ട്. സോ ആ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. വേറെ പ്രത്യേകതകളൊന്നും എനിക്ക് ഇതിൻ്റെ ഇന്റീരിയറിൽ ഫ്രണ്ടിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേസ് തന്നെയാണ്. നല്ല രീതിയിലുള്ള സ്പേസിങ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സീറ്റിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ സീറ്റിനും കോ ഡ്രൈവർ സീറ്റിനും നല്ല രീതിയിലുള്ള സ്പേസ് നമുക്കിപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടും. C3 എയർക്രോസിൻ്റെ സെക്കൻഡ് റോ ആണിത്. 7-സീറ്റർ വേർഷനിലെ സെക്കൻഡ് റോ ഒരു കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ വ്യൂ തെറ്റില്ലാതെ ഉണ്ട്, അതുപോലെ പുറത്തേക്കുള്ള വ്യൂവും തെറ്റില്ലാതെ ഉണ്ട്. ലെതർ സീറ്റ് തന്നെയാണ് വരുന്നത്. ലെതർ ആൻഡ് ഫാബ്രിക് കോമ്പിനേഷനിലാണ് സീറ്റ്സ് വരുന്നത്. ബാക്കിലും അങ്ങനെ തന്നെ വരുന്നു. ഇത് റീക്ലൈനിങ് നമുക്ക് അത്യാവശ്യം, അതായത് 2 രീതിയിൽ അല്ലെങ്കിൽ 2 പൊസിഷനിൽ നമുക്ക് റീക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് മാക്സിമം റീക്ലൈൻ ചെയ്യാമെന്ന പൊസിഷൻ. അതുപോലെ ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. 7-സീറ്റർ ഓപ്ഷനിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഹെഡ് റെസ്റ്റ് 2 ഉണ്ട്. നടുക്കത്തിൽ ഒരു ചെറിയ ഹെഡ് റെസ്റ്റ്, ആ സീറ്റിൽ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് രീതിയിലാണ് അതിൻ്റെ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ മുകളിൽ ഒരു AC-യുടെ ബ്ലോവർ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു പ്ലാസ്റ്റിക് ഫീല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. AC-യുടെ ബ്ലോവർ മുകളിൽ വെച്ചിരിക്കുന്നത് 7-സീറ്റർ ഓപ്ഷനിൽ മാത്രമായിരിക്കും നമുക്ക് മുകളിൽ ബ്ലോവർ ലഭിക്കുന്നത്. 3 സ്റ്റെപ്പ് ബ്ലോവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ബാക്ക് സീറ്റിലേക്കും വേണ്ടിയിട്ട് ഈ ബ്ലോവർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. സോ വളരെ മിനിമലായിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് C3 എയർക്രോസിൽ നമുക്കിപ്പോൾ Citroën നൽകുന്നത്. ഇതാണ് സെക്കൻഡ് റോയുടെ കാര്യം. ഇനി 7-സീറ്റർ ഓപ്ഷനിൽ തേർഡ് റോയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. തേർഡ് റോ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്ന തേർഡ് റോ ആണ്. പക്ഷേ തേർഡ് റോ ഉപയോഗിക്കണമെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് കയറി നോക്കാം. 7-സീറ്റർ ഓപ്ഷനിൽ തേർഡ് റോയിലേക്ക് കയറുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു അഡൾട്ടിന് എത്രമാത്രം ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നോട്ട് വെരി ഷുവർ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ഇരിക്കാം. അത് സീറ്റൊക്കെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ 2 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. കാല് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുട്ടുന്നില്ല കേട്ടോ, കഷ്ടി ഉണ്ട്. പക്ഷെ കുട്ടികൾക്ക് തെറ്റില്ലാതെ ഇരിക്കാം. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് 7-സീറ്റിൻ്റെ ഈ തേർഡ് റോ മാറ്റാം. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട് 2 സൈഡിലും. സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ AC-യുടെ ബ്ലോവർ, ആ ഒരു സെക്കൻഡ് റോയിൽ വരുന്ന ആ ഒരു റൂഫിലുള്ള ബ്ലോവർ വേണം നമുക്ക് തേർഡ് റോയിലെ ആൾക്കും ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. ചെറിയൊരു ആ ക്വാർട്ടർ ഗ്ലാസ് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞ പോലെ ആ ക്വാർട്ടർ ഗ്ലാസും ഇവിടെ നൽകിയിട്ടുണ്ട്. തലയൊന്നും മുട്ടുന്നില്ല, വലിയ കുഴപ്പമില്ല. സോ അത്യാവശ്യം ഒരാളുടെ വേണമെങ്കിൽ ഇരിക്കാം, പക്ഷെ കുട്ടികൾക്ക് തെറ്റില്ലാത്ത പോലെ ഇരിക്കാൻ പറ്റും. Citroën C3 എയർക്രോസിൽ 2 വേരിയൻസ് വരുന്നത് അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ സീറ്റ്സിൻ്റെ ഒരു 5-സീറ്റർ ഓപ്ഷനും ഒരു 7-സീറ്റർ ഓപ്ഷനും. 7-സീറ്റർ ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു കാണും. അതിൻ്റെ തേർഡ് റോയും അതിൻ്റെ സെക്കൻഡ് റോയും എല്ലാം. ഇത് 5-സീറ്റർ ഓപ്ഷനാണ്. 5-സീറ്റർ ഓപ്ഷൻ്റെ സെക്കൻഡ് റോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സ്പേസ് നല്ല ഉഗ്രൻ സ്പേസ് തന്നെ ഉണ്ട്. 7-സീറ്റിൽ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളൊരു, ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനമാണിത്. അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിലൊരു കുഴപ്പമുണ്ടാവാൻ സാധ്യത ഞാൻ അന്നേരം പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആ കുഴപ്പമില്ല. എന്നാൽ 7-സീറ്ററുമായിട്ട് നോക്കുമ്പോൾ 5-സീറ്റിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, സെക്കൻഡ് റോ സീറ്റിംഗ് പൊസിഷൻ ഇസ് റിയലി ഗുഡ്. നല്ലൊരു രീതിയിലുള്ള നല്ല റിക്ലൈൻഡ് ഫീലിംഗ് ആണ് വരുന്നത്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര 5-സീറ്റർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് റോയിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ആംറെസ്റ്റ് കിട്ടുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിലെ വിൻഡോയുടെ പവർ വിൻഡോ സ്വിച്ച് നമുക്ക് ഫ്രണ്ടിലെ സെൻറ്റർ കൺസോളിന് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കപ്പ് ഹോൾഡർ, 2 USB പോർട്ട് കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. സീറ്റിൻ്റെ ഇവിടെ ഒരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. സൺറൂഫ് ഇല്ല.
അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഒരു പൊസിഷൻ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഹൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള ആ വിസിബിലിറ്റിയും സൈഡിലെ വിസിബിലിറ്റി എല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. 7 സീറ്റർ 5 സീറ്റർ ആ ഒരു ഡിഫറൻസിൽ ബൂട്ട് സ്പേസും വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് റോ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ തേർഡ് റോ ഇല്ല, അതിന് പകരം ബൂട്ട് സ്പേസ് ആണ്. നമുക്കത് കാണാം. 5 സീറ്റർ 7 സീറ്റർ ആ ഒരു ഡിഫറൻസ് വരുന്നത് ഒന്ന് അതിൻ്റെ സെക്കൻഡ് റോ ആണ്, അത് നമ്മൾ കണ്ടു. ഇനി വരുന്നത് ഇതിൻ്റെ തേർഡ് റോ മാറി ഒരു ബൂട്ട് സ്പേസിലേക്ക് വന്നതാണ്. 7 സീറ്റിൽ ഒരു തേർഡ് റോ വരും. ആ സീറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ബൂട്ട് സ്പേസ് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ 5 സീറ്റിൽ ഈ കംപ്ലീറ്റ് ലഗേജ് സ്പേസ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. 511 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് 5 സീറ്ററിൽ കിട്ടുന്നത്. വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടി ലഗേജ് കയറ്റണമെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. 60-40 ഉണ്ട്. സ്പ്ലിറ്റ് സീറ്റ് ഇല്ല, അതല്ലെങ്കിൽ സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഇല്ല, ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടാതെ നമുക്ക് ഇത്രയും വലിയ ഒരു ബൂട്ട് സ്പേസും കിട്ടുന്നുണ്ട്. സോ ഇഷ്ടം പോലെ ലഗേജ് ഇതിനകത്ത് കയറ്റാൻ പറ്റും. 1-2 പെട്ടിയല്ല, എനിക്കൊരു 3 പെട്ടി, വലിയ പെട്ടി സുഖമായിട്ട് കയറ്റാൻ, അതിൻ്റെ മുകളിൽ കയറ്റാൻ എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും 511 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് C3 എയർക്രോസിൻ്റെ 5 സീറ്റർ വേർഷനിൽ ലഭിക്കുന്നുണ്ട്. C3 എയർക്രോസ് അതിൻ്റെ ഒരു ഡ്രൈവ് C3 എന്നുള്ള പേര് മാത്രം വെച്ചിട്ട് C3യുടെ പോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം C3യുടെ ഡ്രൈവിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് C3 എയർക്രോസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഡ്രൈവ് ലുക്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം C3. പക്ഷേ ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാടൊന്നും വലിയ ക്ലെയിംസ് ഒന്നും പറയാതെയാണ് Citroen C3 എയർക്രോസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇതൊരു ഫീച്ചർ ഫിൽഡ് ഒരു വാഹനമൊന്നുമല്ല. ഫീച്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്തുള്ള. ഒരു ഓട്ടോമാറ്റിക് വേർഷൻ പോലും ഇപ്പോൾ C3 എയർക്രോസിൽ വരുന്നില്ല. അതിന് പകരം ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. പക്ഷേ അത്യാവശ്യമുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ടതിൻ്റെ 5 സീറ്റർ വേർഷൻ ഉണ്ട്, അതുപോലെ 7 സീറ്റർ വേർഷൻ ഉണ്ട്. 7 സീറ്റർ വേർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ഈ ഒരു സെഗ്മെന്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് XL6 അല്ലെങ്കിൽ എർട്ടിഗയിലാണ് ഒരു 7 സീറ്റർ വരുന്നത്. എർട്ടിഗയുടെ മുകളിലും അതുപോലെ തന്നെ ഹാരിയർ അതിൻ്റെ സഫാരിയുടെ താഴെയുമായിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സെഗ്മെന്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വരുമ്പോൾ ആ ഒരു വലിയ ഗ്യാപ്പ്, ഒരു സെഗ്മെന്റ് ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു പ്രൈസ് റേഞ്ച് ഗ്യാപ്പ് ആണെങ്കിലും ഉണ്ടാവും. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൽ ഒരു 7 സീറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഒരു ഓപ്ഷനായിട്ട് തന്നെ നിൽക്കും. എന്താണെങ്കിലും ഈ ഒരു C3 എയർക്രോസ്. സോ ഇതിന്റെ എഞ്ചിൻ വരുന്നത് നമ്മൾ C3യിൽ ടർബോ എഞ്ചിൻ വന്നിരുന്നു. C3യിൽ ഒരു ടർബോ എഞ്ചിൻ, ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും വന്നിരുന്നു C3യിൽ. അതിൽ ടർബോ എഞ്ചിൻ ഒരുപാട് പേർക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. പക്ഷേ അത് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒത്തിരി പേർക്ക് കിട്ടാതിരുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ വാഹനത്തിൽ ഒറ്റ എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ എഞ്ചിനായിട്ടാണ് വരുന്നത്. നല്ലൊരു എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വരുന്നത് 110 PS പവറും ഏകദേശം 190 Nm ടോർക്കുമാണ്. ആ ടോർക്ക് കിട്ടുന്നത് ഏകദേശം 1750 RPM 1750 RPM നമുക്ക് ആ ടോർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ടർബോ കിക്ക് ഇൻ ചെയ്യാൻ തുടങ്ങും. സോ എന്താണെങ്കിലും 190 Nm ആണ് ടോർക്ക് വരുന്നത്. പിന്നെ ടർബോ ആയതുകൊണ്ട് തന്നെ 1500-2000 ഒക്കെ എത്തുമ്പോഴേക്കും ടർബോ കിക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, വളരെ നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവർ ഉണ്ട്. സോ ഇതിൻ്റെ ടർബോ എഞ്ചിൻ നേരത്തെ തൊട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു എഞ്ചിനായിരുന്നു. ആ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവലാണ് വരുന്നെങ്കിൽ പോലും തേർഡ് ഗിയർ ഒക്കെ ഒരു 25 km/h എത്തിയാൽ പോലും ഒട്ടും നോക്കിയൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് കയറി പോകും. സോ ഒരു 1700-1500 അല്ലെങ്കിൽ ഒരു 2000 ഇടയ്ക്കൊക്കെ വെച്ച് ഈ ടർബോ കിക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവ് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ 5th ഗിയറിലാണ് പോകുന്നത്. അതിൽ 6ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് എഞ്ചിൻ തരുന്നുണ്ട്. സോ ഓവറോൾ എഞ്ചിൻ, ഗിയർ ബോക്സ്, ആ ഒരു പാക്കേജ് ലുക്സ് വെരി നൈസ്. അതുപോലെ തന്നെയാണ് സസ്പെൻഷൻ C3യിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ തരുന്നത്. C3 എയർക്രോസ് എന്ന് പേരിട്ടിരിക്കുന്നത് വെറുതെ അല്ല. C5ൻ്റെ അത്രയും കംഫർട്ടബിൾ ഒന്നും അല്ല, അങ്ങനെ ആവാനും സാധിക്കില്ല, കാരണം അത് വേറെ റേഞ്ച് ആണ്. പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല രീതിയിലുള്ള സസ്പെൻഷൻ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ആട്രിക്കുലേഷൻ, അതുപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് ഒരു ടെറൈൻ, അതുപോലെ വാട്ടർ, കുറച്ച് വെള്ളവും ചെളിയും പിന്നെ റോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തന്നിരുന്നു. ആൻഡ് ദിസ് കാർ പെർഫോം സോ വെൽ. അതിൻ്റെ റോക്സിലൂടെയൊക്കെ പോയപ്പോഴാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടും തന്നെ അതിൻ്റെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ നമുക്ക് വരുന്നില്ല. ഇവർ പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കുഴികളൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇനി ഓടിച്ച് പടപടേന്ന് ചടിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അത് ഒരുവിധമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ ഫീച്ചർ ഫിൽഡ് വാഹനമല്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 5 സീറ്ററിലാണെങ്കിലും 7 സീറ്റിൽ പ്രത്യേകിച്ചും 7 സീറ്റിൽ നല്ലൊരു ഓപ്ഷനായി
ആയിട്ട് തന്നെ ഇനി ഈ ഒരു വാഹനം നിൽക്കുമെന്ന് തോന്നുന്നു. ഇതിൽ വരുന്നത് ആകെ ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പെട്രോൾ എഞ്ചിനിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. ഈ വാഹനത്തിന്റെ ഒരു ഡൈനാമിക്സ്, ഒരു ഡ്രൈവ് ഡൈനാമിക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ സ്പീഡ്, ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള വാഹനമാണെന്ന് ഞാൻ പറയില്ല. ഒരു 80 to 100, 120 വരെയൊക്കെ അല്ലെങ്കിൽ 100 വരെയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു വാഹനമായിട്ട് ഇതിനെ കരുതാം. ഹൈവേയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പോകുന്നത് ഏകദേശം ഒരു 100 km/h ആണ്. 100 km/h ഒരു പ്രോബ്ലവും ഫീൽ ചെയ്യുന്നില്ല. ഒരു 100 ഒക്കെ പശുണ്ട് വഴിയിൽ, അതുകൊണ്ട് ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ്. ഇപ്പോൾ 100-ലാണ് പോകുന്നത്. 100-ൽ വളരെ സ്റ്റേബിൾ ഫീലാണ് വരുന്നത്. ഒരു 110, 120-ലാണ് ഇപ്പോൾ. 120 വരെ ഒരു കുഴപ്പവുമില്ലാതെ 115-ലാണ് ഇപ്പോൾ. 115-ൽ നിന്നും വലിയ ഒരു ബുദ്ധിമുട്ടും, ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണെന്നുള്ള ഒരു ഫീൽ ഇല്ല. കംഫർട്ടബിൾ ആണ്, സ്റ്റേബിൾ ആണ്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. സസ്പെൻഷൻ ഒരു റെസ്പോൺസീവ് സസ്പെൻഷനാണ്. സ്റ്റിയറിംഗ് ആണെങ്കിൽ റെസ്പോൺസ് ഉണ്ട്. അതുപോലെ ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് അല്ല. സോ എല്ലാ രീതിയിലും നോക്കിയാലും ഒരു നോർമൽ ഡ്രൈവിന് ഇറ്റ്സ് ടു പെർഫെക്റ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഡ്രൈവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ബോഡി റോൾ പോലെ ഒരു ഫീൽ ചെയ്യുന്നത്. കാരണം ബോഡി കുറച്ച് ലൈറ്റ് ബോഡി ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഹൈറ്റും ഉണ്ട്, 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. സോ ഹൈ സ്പീഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് വളരെ ചെറിയൊരു ബോഡി റോൾ. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ചെറിയൊരു ബോഡി റോൾ ഉണ്ട്. കാരണം ഹൈറ്റ് കൂടുതലായതുകൊണ്ടും അതിൻ്റെ ഒരു സൈസിനെ എല്ലാം വെച്ചിട്ട് ആണ് പറയുന്നത്. ഈ ഒരു പാക്കേജിൽ ഈ ഒരു ഇത്രയും പവർ ഉള്ള ഒരു എഞ്ചിനും അതുപോലെ ഗിയർ ബോക്സും അതുപോലെ സസ്പെൻഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ബ്രേക്കിങ്ങും ഈ ഒരു പാക്കേജിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ബ്രേക്കിംഗ്, നല്ല ബ്രേക്കിംഗ് ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ വരുന്നില്ല. ഇതിനകത്ത് 5 സീറ്റിലാണെങ്കിലും 7 സീറ്റിലാണെങ്കിലും ഒറ്റ വേരിയന്റ് മാത്രമാണ് വരുന്നത്. ഒരു ടോപ്പ് എൻഡോ അല്ലെങ്കിൽ ലോ എൻഡോ എന്നുള്ള കാര്യമില്ല, ഒറ്റ ഓപ്ഷനാണ് വരുന്നത്. സോ 5 സീറ്റിൽ ഒരു ഓപ്ഷൻ, 7 സീറ്റർ ഓപ്ഷൻ, അങ്ങനെ ഓരോന്നാണ് വരുന്നത്. അതുപോലെ എൻ്റെ മൈലേജ് വലിയൊരു ഫാക്ടറാണ്. കമ്പനി പറയുന്നത് 18.2 km/h കമ്പനി എയറായി ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 12 km/h കിട്ടുന്നത്. ടെസ്റ്റ് ഡ്രൈവ് മൈലേജ് ആണ്, നല്ല രീതിയിൽ ചവിട്ടി പൊളിച്ചിട്ട് തന്നെയാണ്. പക്ഷെ അത് കൂടാതെ ഒരു ടൗൺ ഒരു രീതിയിൽ ടൗണിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 14 ഒക്കെ കിട്ടാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാം. ഒരു C3 എയർക്രോസ്. ലുക്സ് നൈസ്. നല്ല രീതി നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു റോഡ് പ്രസൻസ് നല്ലതായിട്ട് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു റിവ്യൂ മിററിൽ നിന്ന് കണ്ടാണ്. സോ എന്താണെങ്കിലും അതിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന 18.2 km/h. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൗണിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 13 to 14 കിട്ടും. ഹൈവേയിലാണെങ്കിൽ ഒരു 16 വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ തെറ്റില്ലാത്തൊരു മൈലേജും ഈ ഒരു പെട്രോൾ എഞ്ചിനിൽ, ടർബോ പെട്രോൾ എഞ്ചിനിൽ ലഭിക്കുന്നുണ്ട്. സിട്രോയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ലേറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നൊരു കമ്പനിയാണ്, മാനുഫാക്ചർ ആണ് എന്ന് സിട്രോയിൻ തന്നെ പറയുന്നത്. എന്നാൽ പോലും അവർ വരുമ്പോൾ എല്ലാ വർഷവും ഓരോ വാഹനം വീതം അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. അത് 2023-ൽ 2 വാഹനമായി. എന്താണെങ്കിലും നല്ലൊരു കാര്യം. സോ എന്താണെങ്കിലും ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഓരോ വർഷം വാഹനം കൊണ്ടുവരുന്നതിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സർവീസ് നെറ്റ്വർക്കാണ്. ഇതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ഇപ്പോൾ 30 നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡീലർഷിപ്സ് ആണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഉള്ളൂ. അതിപ്പോൾ ഏകദേശം 30-നും 45-നും ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ വാഹനം പുറത്തിറങ്ങുന്ന C3 എയർക്രോസ് പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം 75 ഡീലർഷിപ്സ് ഓൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് പറഞ്ഞൊക്കെ ഇതുവരെ സിട്രോയിൻ ചെയ്തിട്ടുമുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സർവീസിംഗ് ആണ്. സർവീസിംഗ് ഇവർ പ്രോമിസ് ചെയ്തിരിക്കുന്ന സർവീസ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ ഏത് വാഹനമായിക്കോട്ടെ, ചെറുതോ വലുതോ, C3-യോ C3-യോ C5-ഓ ഇനിയിപ്പം C3 എയർക്രോസ് ഏത് വാഹനവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് സർവീസ് ഓൺ വീൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നത് സർവീസ് ചെയ്യും. അതിനകത്ത് പ്രത്യേകത വന്ന് ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതലുള്ള പ്രത്യേകത നിങ്ങൾ സർവീസ് സെന്ററിൽ വന്ന് സർവീസ് ചെയ്യുന്ന ആ സെയിം കോസ്റ്റിൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ കോൺസെപ്റ്റ് ഇപ്പോൾ സിട്രോയിൻ കൊണ്ടുവരുന്നത്. ഇതിന്റെ പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസ് മിക്കവാറും സെപ്റ്റംബറിലേക്കൊക്കെ ആയിരിക്കും അനൗൺസ് ചെയ്യുക. സോ പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസ് ആണ് എങ്കിൽ ഈ വാഹനം ഒരു നല്ല സക്സസ്ഫുൾ വാഹനമാകാൻ സാധ്യതയുണ്ട്. 5 സീറ്റർ, 7 സീറ്റർ, എസ്പെഷ്യലി 7 സീറ്റർ ഓപ്ഷൻ. സോ ഇതൊക്കെയാണ് സിട്രോയിൻ ഹോൾ കമ്പനിയുടെയും സിട്രോയിൻ്റെ വാഹനങ്ങളുടെയും അതുപോലെ സിട്രോയിൻ C3 എയർക്രോസിൻ്റെയും വിശേഷം.